ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നാണ് ആ കല്യാണം, നാളെയാണ് ആ കല്യാണം. അത് ഞാൻ തലേന്ന് തന്നെ ഗുരുവായൂർക്ക് പോവാണ്. അവിടെ വെച്ചാണ് താലിയിട്ട് കിടക്കുന്നത്. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഒരു പുടവ കൊടുക്കൽ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി ആവുകയാണ് അരുണിമ അങ്ങനെ സ്വർണ്ണമയായിട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പുടവ കൊടുക്കൽ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആകാശൻ്റെ ഫാമിലിയൊക്കെ വന്നു. ഓമനാമ ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കൊളുത്തി ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. പുടവ കൊടുക്കട്ടെ എന്ന് 3 തവണ ചോദിച്ച്, പിന്നെ പുടവ വാങ്ങട്ടെ എന്ന് 3 തവണ അരുണിമ പറഞ്ഞ്, അങ്ങനെയൊക്കെയാണ് ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഗ്യാസ് ഷോർട്ടേജ് കാര്യങ്ങൾ കുറച്ച് നടന്ന് അങ്ങ് പോയാണ് ഫുഡെല്ലാം കഴിച്ചത്. തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങളൊരു ജ്വല്ലറി ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കണ്ടത്. ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെയാണെങ്കിൽ എന്നെ ലച്ചുവിനെയും കല്യാണം കഴിച്ച് വിടുമ്പോഴത്തേക്ക് സ്വർണ്ണത്തിൻ്റെ വില എവിടെ പോയി നിൽക്കുന്നതാണ് ലച്ചുവിനെ എൻ്റെ ഈ ചർച്ച എന്ന് പറയുന്നത്. അങ്ങനെ വെളുപ്പിന് 2 മണിയായപ്പോൾ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കമൊരു സമയമാണെങ്കിൽ ഇതൊക്കെ കാണാൻ എനിക്കൊരു പ്രത്യേക കൗതുകമായിരുന്നു. എണീറ്റിരുന്ന് മുഴുവൻ കണ്ടു കേസ്. അങ്ങനെ 7 മണിയൊക്കെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ വയസ്സിന് മൂത്ത ഓരോരുത്തരായിട്ട് വന്നിട്ട് അരുണിമർക്ക് ദക്ഷിണ കൊടുത്തു, അവർ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനും ലച്ചും കൂടെയാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ ഞാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേസ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഈ ഒരു പ്ലേസൊക്കെ കണ്ടേക്കുന്നത് സിനിമയിൽ മാത്രമാണ്. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ കുറേ കടകളുണ്ടായിരുന്നു. ജ്വല്ലറി ആയിട്ടും പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ടും പിന്നെ ക്രോക്കറീസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെ കുറേ കടകൾ. ഭയങ്കര ഭംഗിയാണ് കടകളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നത് കാണാൻ തന്നെ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇതൊക്കെ കയറണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ നടന്നതൊക്കെ വേറെ ട്വിസ്റ്റുകളായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നിന്നപ്പോഴേക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു, ലയാഹുത്തമനോട് എത്തിയെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ലയ വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അരുണിമയ്ക്ക് എല്ലാ ആശംസകളും ഞങ്ങളപ്പം നേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നോയ്സ് കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൈഡായിട്ടുള്ള അരുണിമ എത്തി. കേൾക്കണ്ട. ഈ 4 മല നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. അങ്ങനെ അവിടെ കാലിയായിട്ടൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് കുറേ നേരം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകാശേട്ടനും അരുണിമയും അവിടെ കുറേ പോസ്റ്ററൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഈ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഈ 4 മാലയും കൈ ചുറ്റിക്കൊണ്ട് കണ്ടു നിൽക്കുന്നതായിരുന്നു അവിടുത്തെ എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഫോട്ടോയുടെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സാരി ചേഞ്ചിന് വേണ്ടിയിട്ട് കാറിൽ ഇങ്ങനെ കയറി തുള്ളിച്ചാടി ഫോട്ടോ എടുത്ത് പോകുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തിരിച്ച് വരുന്ന വഴിക്ക് 4 മാലയും കയ്യിൽ വെച്ച് ഡോർ തുറന്ന വഴിക്ക് എൻ്റെ ഫോൺ ചെറിപ്പോയി കേസ്. ഫോൺ താഴെ പിന്നെ പൊട്ടി ഡിസ്പ്ലേ അടിച്ചു പോയി കേസ്. എനിക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതിന് ബൈ.